കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കുമെല്ലാം ലിയോ 14 മാർപ്പാപ്പയുടെ വലിയ അംഗീകാരവും സമ്മാനവുമായിരുന്നു മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളെ തേടിയെത്തിയത്. 2025 നവംബർ 8 നടക്കുന്ന ഈ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് CTC സഭയുടെ ജനറേറ്റിൽ നിന്നും മദർ ജനറൽ സിസ്റ്റർ ഷഹീല CTC ആണ്. സിസ്റ്ററെ, വലിയൊരു സന്തോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ അഭിമാനത്തിൻ്റെയൊക്കെ ഒരു നിമിഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. CTC സഭയ്ക്ക് തന്നെ വലിയൊരു സമ്മാനം, മാർപ്പാപ്പയുടെ വലിയൊരു സമ്മാനമാണ്. അതോടൊപ്പം തന്നെ ഭാരത സഭയ്ക്കും വർഷങ്ങൾക്ക് ശേഷം ഒരു വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം കേരള സഭയിലും കൂടി വരുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു അഭിമാന നിമിഷത്തെ? ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്കതൊരു ഭയങ്കര അഭിമാനമായിട്ടാണ് തോന്നിയത്. ആസ് എ സുപ്പീരിയർ ജനറൽ ഐ ഫീൽ ഹംബിൾഡ് ആൻഡ് ഹോണേഡ് to lead our congregation at this historic moment. എലിശോമേന വാഴ്ത്തപ്പെട്ടവൾ എന്ന പ്രഖ്യാപനം ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ വാർത്ത ഞങ്ങൾക്ക് റോമിലിരുന്ന് കിട്ടിയത്. അതിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ എല്ലാവരും തന്നെ സന്തോഷമാണ്. അതിൽ ജൂബിലി വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അത് ഒരു ദാനമാണ്, ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഫോർ നോട്ട് ഓൺലി ഫോർ ദ കോൺഗ്രിഗേഷൻ ഫോർ ദ എൻ്റയർ ഹോൾ ചർച്ച്. അത് ഞങ്ങളത് കാണുന്നു. എങ്ങനെയായിരുന്നു മദർ ഏലീശോയുടെ ആ ഒരു വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു നാമകരണ നടപടികളുടെ പ്രക്രിയ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് 2023 നവംബർ 8 ഈ വെനറബിൾ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ സ്ഥാനം റെസ്പോൺസിബിലിറ്റി എടുത്ത 2024 ഏപ്രിൽ. അപ്പോൾ ആ വർഷം തന്നെ മന്ത് ഓഫ് ജൂലൈ ഞാനും എൻ്റെ പോസ്റ്റ്ലേറ്റർ സിസ്റ്റർ സൂസിയും ആയിട്ട് ഞങ്ങൾ റോം പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ഒഫീഷ്യലായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോസ്റ്റ്ലേറ്റർ കണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ച് ഒരു 2.5 hours we discussed with him about all this process. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുവിധം ഈ പ്രോസസ്സ് നന്നായിട്ട് പോകുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി കറക്റ്റ് 1 year ഒരു ജൂലൈയിൽ ഞങ്ങൾ പോയി കണ്ട്, പിന്നെ നെക്സ്റ്റ് ജൂലൈ മന്ത് ഓഫ് ജൂലൈയിൽ ഞങ്ങൾ പോയി പോസ്റ്റ്ലേറ്റർ ഞാൻ ഇനിയും പോയി കാണാനുള്ള സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ പോയത് റെലിക്സുമായിട്ടാണ് ഞാൻ പോയത്. അപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഇത്തിരി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ പോസ്റ്റ്ലേറ്റർ പറഞ്ഞു മദർ പോയി സെമറാറോ, കാർഡിനൽ സെമറാറോ ദ കോസ് ഓഫ് സയൻസ് ഡിക്കാസ്ട്രിയെ പോയി കാണണമെന്ന് പറഞ്ഞ് എനിക്ക് അനുവാദം കിട്ടി, അപ്പോയിൻമെൻറ്റും കിട്ടി. ഞാൻ പോയി കണ്ടു. അപ്പോഴും പറഞ്ഞത് ഡിക്കാസ്ട്രി പറഞ്ഞതും മന്ത് ഓഫ് നവംബറിൽ കിട്ടുന്നത് അത്ര സാധ്യമല്ല, ബിക്കോസ് സോ മെനി വേറെ അപ്പോയിൻമെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഡിസംബർ ഓർ ജാൻവരി. അപ്പോൾ ഐ റിക്വസ്റ്റഡ് ദം അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഡിസംബറിൽ തന്നെ കിട്ടണം, ബിക്കോസ് അത് ജൂബിലി ഇയറിൽ തന്നെ തീരുന്നത് ഞങ്ങൾക്കത് ഒരു ദാനമായിട്ട് തന്നെ ഞങ്ങളതൊരു പ്രൗഡായിട്ടാണ് ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നാണ് അത് കഴിഞ്ഞ് ഞാൻ ആ വിസിറ്റ് കഴിഞ്ഞൂടെ വന്ന് പെട്ടെന്നാണ് ഒരു ആഫ്റ്റർ 2-3 weeks ഞങ്ങൾക്ക് ഈ വാർത്ത കിട്ടി. നവംബർ 8 ഈ വാഴ്ത്തപ്പെട്ടവളായിട്ടുള്ള പ്രഖ്യാപനം നടക്കുമെന്നുള്ള ഇത് കിട്ടിയപ്പോൾ റിയലി വി ആർ ഓവർ ജോയ്ഡ്. അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രതികരണം. വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനവും ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റായിട്ട് വത്തിക്കാനിൽ നിന്ന് എത്തുകയാണ്. തീർച്ചയായിട്ടും അത് മദർ ഏലീശോയുടെ ഒരു വിശുദ്ധി അത് സഭയിൽ കാരണം ആദ്യത്തെ കന്യാസ്ത്രീയും കൂടിയല്ലേ കേരളത്തിലെ? അത് ആദ്യത്തെ സന്യാസിനി, അതോടെ കർമ്മലിത്ത സന്യാസിനി ഭാരതത്തിലെ. അത് ഞങ്ങൾക്ക് അതൊരു വലിയ അഭിമാനമാണ്. അതോടെ ഇത് പെട്ടെന്ന് ഇത്രയും നവംബർ 8 ഞങ്ങൾക്ക് കിട്ടിയത് എലിശോ അമ്മയുടെ ആ പ്രാർത്ഥനയും മധ്യസ്ഥതയും, അതോടെ ഞങ്ങളുടെ CTC കോൺഗ്രിഗേഷൻ മുഴുവനും തന്നെ ഇതുവരയ്ക്കും ആ 2 വർഷമായിട്ട് അവർ പ്രാർത്ഥനയും പരിത്യാഗവും ചെയ്ത് അവർ എന്തും ചെയ്യാൻ റെഡിയായിട്ടാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഒരു സ്പിരിച്വൽ റിന്യൂവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ കമ്മ്യൂണിറ്റി ഈച്ച് കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ
എവ്രി പേഴ്സണലി ദേ ആർ ഡൂയിങ് ദ റിന്യൂവൽ. അത് ഒരു വലിയ ഒരു എന്താണ് ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ കോൺഗ്രിഗേഷനിൽ. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ മദർ എലിശ വഴി പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ എത്ര പെട്ടെന്ന് തന്നെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്കും തുടർന്ന് വിശുദ്ധ പദവിയിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് കൂടെ പ്രാർത്ഥിക്കാം. എങ്കിലും ഒരുപാട് വിശ്വാസം ഇപ്പം നിങ്ങളുടെയൊക്കെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? കുറേ പേരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അപ്പം തന്നെ അവർക്ക് സാധിച്ച് കിട്ടുന്നു, പിറ്റേ ദിവസം കിട്ടുന്നു, ഒരാഴ്ചയിൽ കിട്ടുന്നു. അങ്ങനെ കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ ജോലി ചെയ്ത് അവിടെ ജീവിച്ച സ്ഥലമാണ് വരാപ്പുഴ. അവിടെയാണ് മരിച്ചതും കബറടക്കം അവിടെയാണുള്ളത്. അവിടെ ധാരാളം ആൾക്കാർ വന്ന് ഈ കുർബാനയിൽ അവർ പങ്കുചേരുന്നുണ്ട്. വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് അവിടെ കുർബാന. അതിൽ കുറേ നന്ദി പ്രകടനം അവിടെ ഉണ്ടാകുന്നു. അതിൽ കുറേ ആൾക്കാർക്ക്, മോസ്റ്റ്ലി കൊച്ചുങ്ങളില്ലാത്ത ആൾക്കാർക്ക്, പിള്ളേർക്ക്, അവർക്ക് കുറേ പേർക്ക് അത് അവർക്ക് സാധിച്ച് കിട്ടുന്നു. പിന്നെ വീടില്ലാത്തവർക്ക്, ലാൻഡ് മേടിക്കാനേ ഒരു വഴിയില്ലാത്ത ആൾക്കാർക്കൊക്കെ അത് സാധിച്ച് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറേ വിറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്? ഞങ്ങൾ അന്ന് ഈ വാർത്ത കേട്ടത് തുടങ്ങിയ ഞങ്ങളെല്ലാവരും തന്നെ വെരി ബിസിയാണ് പല കാര്യങ്ങളെ. ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ടഡ് ടു റിന്യൂ അവർ പേഴ്സണൽ സ്പിരിച്വൽ ലൈഫ്. ആ റിന്യൂവൽ എല്ലാ കമ്മ്യൂണിറ്റികളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് എല്ലാ പ്രൊവിൻഷ്യൽമാരും അതിന് എല്ലാ ഒരുക്കങ്ങളും നീക്കങ്ങളും ചെയ്തുകൊണ്ട് സിസ്റ്റേഴ്സിന് ആദ്യമായിട്ട് തന്നെ ഒരു സ്പിരിച്വലായിട്ട് കൊണ്ടുവരണം. ആ അമ്മയുടെ ആ സ്പിരിറ്റിൽ ആ പാതയിലോട്ട് ഞങ്ങൾ നടക്കണമെന്നുള്ള ഒരു ഫെയ്ത്ത്ഫുള്ളും ഒരു കോൺഫിഡൻസും എല്ലാവർക്കും വന്നിട്ടുണ്ട്. അത് ആ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭാഗ്യമായിട്ടുള്ള ഒരുക്കങ്ങളും ഞങ്ങൾ മീറ്റിങ്ങും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു ഒരുക്കമായിട്ടാണ് ഈ 21-ാം തീയതി സെപ്റ്റംബർ 21 സൺഡേ ഞങ്ങൾ വരാപ്പുഴ അമ്മ ജീവിച്ച മണ്ണിൽ തന്നെ ആ വരാപ്പുഴ വെച്ച് ഞങ്ങളൊരു സിമ്പോസിയം നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓൺലി സിസ്റ്റേഴ്സിനും. ഇപ്പം അങ്ങനെയല്ല, ലേ പീപ്പിൾക്ക് വേണ്ടിയാണ് ഇത്, കംപ്ലീറ്റ്ലി ലേ പീപ്പിൾ. അവർക്ക് ഇൻ മലയാളം ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് അന്ന് അവിടെ അതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു ഒരുക്കം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. നവംബർ 8-ാം തീയതി നടക്കുന്ന കർമ്മങ്ങൾ അത് വല്ലാർപാടത്ത് വെച്ചാണ്. അതോടൊപ്പം തന്നെ വരാപ്പുഴയിൽ കല്ലറയുള്ള സ്ഥലത്തും ഒരുക്കങ്ങൾ നടക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാം. വരാപ്പുഴ വെച്ച് നടത്തണമെന്നാണ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇത്തിരി സ്ഥലത്തിൻ്റെ ഒരു കാര്യം, എന്നാൽ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഒരു ഫങ്ഷനാണ്. ഒരു വേൾഡ് വ്യൂവിൽ നമ്മൾ ഇത് കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ. പിന്നെ ലാറ്റിൻ കാത്തലിക് ചർച്ച് ഇൻ കേരള അവർക്കുള്ള ഒരു ദാനമാണിത്. പിന്നെ അതോടെയും ഡൈസസ് ഓഫ് വരാപ്പുഴ ആർച്ച് ഡൈസസുക്കുള്ള ഇത്, പിന്നെ CTC കോൺഗ്രിഗേഷൻ. അപ്പോൾ ഞങ്ങളെല്ലാം തന്നെ നോക്കിയിട്ട് ഇതെല്ലാം തന്നെ നല്ല ഒരു പ്രിസ്റ്റേജോടെ നല്ല ഒരു മോഡിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യണമെന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ പല ആൾക്കാർ വരുന്നുണ്ട്. മെയിൻലി ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തന്നെ 11 പ്രോവിൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ ബിഷപ്സും പിന്നെ സിസ്റ്റേഴ്സും അവർ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ബെനഫാക്ടേഴ്സ് എല്ലാവരും തന്നെ വരും. പിന്നെ ഇവിടെ കേരളത്തിലുള്ള ആൾക്കാരും ഒരു 15,000 ഒരു 15,000 ഞങ്ങൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ വരും. പിന്നെ അതോടെ അച്ഛന്മാരും എല്ലാവരും തന്നെ. അതിർക്കുரிய ഒരു സ്ഥലം ഞങ്ങൾ കണ്ടത് വല്ലാർപാടം ബസിലിക്ക, അതൊക്കെ നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളത് ഡിസൈഡ് ചെയ്തു. അതൊരു ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് അതിൻ്റെ ഉള്ള മെയിനായിട്ടുള്ള ഒരു മീറ്റിംഗ് നാളെ ബിഷപ്പ് ഹൗസിൽ വെച്ച് ഞങ്ങൾ നടത്തുന്നു. ഈ കല്ലറയിൽ വരുത്തുന്ന ഒരുക്കങ്ങൾ, അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഇത് കഴിയുമ്പോൾ തന്നെ അവിടെയും ഞങ്ങൾക്ക് അവിടെ കുർബാനയും എല്ലാം ഉണ്ടാകും. ഇതെ സംബന്ധിച്ച് എല്ലാം ചെയ്യാൻ വേണ്ടി കല്ലറയിൽ ആ കബറടക്കം തന്നെ ഞങ്ങൾക്ക് എൻലാർജ് ചെയ്യുന്നു. അവിടെയുള്ള കൺസ്ട്രക്ഷനും എല്ലാ പണികളും തുടർന്ന് ചെയ്തുകൊണ്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഈ ടെറസ് ഫസ്റ്റ് ഫ്ലോറിൽ മ്യൂസിയം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 8-ാം തീയതി വല്ലാർപാടത്ത് വെച്ച് നടക്കുന്ന ആ ഒരു പ്രഖ്യാപന വേളയിൽ മെത്രാന്മാരും അവരൊക്കെ എത്രത്തോളം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ നവംബർ 8-ാം തീയതി വല്ലാർപാടത്ത് വെച്ച് നടത്തുന്ന ഈ പരിപാടിക്ക് നമ്മുടെ പോപ്പിൻ്റെ പ്രതിനിധിയായിട്ടാണ് കാർഡിനൽ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ഫ്രം മലേഷ്യ വരുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് ഉണ്ടാകും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ്
മോസ്റ്റ് റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുണ്ടാകും. പിന്നെ പിതാവിൻ്റെ കൂടെ തന്നെ ഒരു മൊറാർലെസ് ഒരു 75 മെത്രാന്മാരും കാർഡിനൽസും ആർച്ച് ബിഷപ്സും പ്രീസ്റ്റ് ആൻഡ് ലേ പീപ്പിൾ, റിലീജിയസ് സിസ്റ്റേഴ്സ് ആൻഡ് ഓൾ ടുഗദർ ഒരു 15,000 വി ആർ എക്സ്പെക്ടിങ് ഫോർ ദാറ്റ്. മദർ എലീഷയുടെ നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററായ സിസ്റ്റർ സൂസി CTC ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. സിസ്റ്ററെ, വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണല്ലേ? ഇതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ സിസ്റ്റർ ഉണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും. എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഒരു സന്തോഷത്തെ? അതെന്നെ സംബന്ധിച്ച് ഒരു വലിയ ദൈവകൃപയുടെ ഒരു അനുഭവമാണ്. വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കണമായിരുന്നു. പ്രത്യേകിച്ചും ഡയസിഷൻ തലത്തിൽ ഞാൻ പോസ്റ്റ്ലേറ്ററായിരുന്നു. അതിനുശേഷം റോമിൽ പൊസിസിയുടെ പ്രിപ്പറേഷൻ ഭാഗമായിട്ട് എക്സ്റ്റേണൽ കൊളാബറേറ്ററായിട്ട് വർക്ക് ചെയ്തു. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് തുടരുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മെയിൻ അപ്പോസിലേറ്റ് എന്ന് പറയുമ്പോൾ മദർ എലീഷയുടെ നാമകരണ നടപടികളായിരുന്നു. അപ്പോൾ അതൊരു നിശ്ചിത തലത്തിലെത്തുമ്പോൾ അതിൽ ഞാൻ അനുഭവിച്ചൊരു ദൈവകൃപയും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനയുണ്ട്. അതിൽ ഞാൻ ഏറ്റവും സന്തോഷവതിയുമാണ്. ദൈവത്തിന് ഒത്തിരി കൃതജ്ഞത അർപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോകുമ്പോൾ മദർ എലീഷയുടെ ചരിത്രവും അല്ലെങ്കിൽ ഹിസ്റ്ററിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പഠിച്ചു പോകണമല്ലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞൊക്കെ പോകണമല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അതിലൂടെ ആഴത്തിലൂടെ അറിഞ്ഞു പോകുമ്പോൾ എന്ത് അനുഭവമായിരുന്നു പ്രത്യേകമായിട്ടുണ്ടായിരുന്നത്? എലീഷയുടെ ജീവിത രീതികളെക്കുറിച്ചും അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അതായത് മദർ എലീഷ ശരിക്കും ഒരു ദൈവത്തിൻ്റെ ഒരു ആ ടച്ച് മദറിന് എൻ്റെ ജീവിതത്തിൽ മദർ അനുഭവിച്ചു. അതായത് മദർ ജനിക്കുന്നത് 1831 ജീവിച്ച ഒരു സാധാരണ സ്ത്രീ. പക്ഷേ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനയിൽ സ്വയം ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ ആ തനിക്ക് കിട്ടിയ കഴിവുകളും കൃപാവരം, സിദ്ധി, ഇതെല്ലാം ഒരു സമൂഹത്തിൻ്റെയും സഭയുടെയും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് മദറിന് സാധിച്ചു. ഈ കേരള സഭയിൽ തന്നെ സന്യാസിനി മഠങ്ങളോ ഒന്നുമില്ലാതിരുന്നൊരു കാലത്തിൽ ആ തനിക്ക് കിട്ടിയ ഒരു ഉൾവിളി, അത് മദർ അതിൻ്റെ ആത്മാർത്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസിൽ ജീവിച്ചു. ആദ്യമായിട്ടൊരു സന്യാസിനി സഭ സ്ഥാപിച്ചു. അതോടൊപ്പം ആദ്യമായിട്ട് കോൺവെൻറ്റ് സ്കൂള്, ബോർഡിംഗ് ഹൗസ്, ഓർഫണേജ്, അതായത് സ്ത്രീ ശാക്തീകരണം, അതിനൊരു നിശ്ചിത തുടക്കം കത്തോലിക്ക സഭയിൽ തുടങ്ങുവാനായിട്ട് മദറിന് സാധിച്ചു. അത് ആ മദർ ദൈവത്തിൻ്റെ ആ കരങ്ങളിലൊരു വിനീതമായ ഉപകരണമായിട്ട് മദർ വർത്തിച്ചു. മദറിൻ്റെ ജീവിതം നോക്കിയാൽ വളരെ സെറീനായിട്ട്, വളരെ ശാന്തതയോടെ, എളിമയോടെ ജീവിച്ച ഒരു സന്യാസിനിയാണ്. അത് ഇന്നേ വരെ ഏതൊരു ക്രൂഷ്യൽ നിർണായകമായ അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ഒരാഴമായ ശരണപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം, ഒരിക്കലും ഒരു പരാതിയോ ഒന്നുമില്ലാത്ത വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നോക്കിക്കണ്ടുകൊണ്ട് ആ ജീവിതം മുഴുവനും ഈശോയോട് താതാത്മ്യപ്പെടാൻ വേണ്ടിയാണ് മദർ ജീവിച്ചേക്കുന്നത്. അത് മദറിൻ്റെ ജീവിതത്തിലൂടെ പുണ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് വളരെ ക്ലിയറാണ്. ഒരിക്കലും ഈ ലോകത്തിൻ്റേതായ സമ്പത്തോ സൗഭാഗ്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അതെല്ലാം വളരെ സന്തോഷത്തോടെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പറയുന്നത് ദിവ്യ കുഞ്ഞാടിൻ്റെ കാൽപ്പാടുകളാണ് ഈ ഭൂമിയിൽ ഒരു സന്യാസിനി പിന്തുടരേണ്ടത്. അപ്പോൾ ആ ഒരു വളരെ ഈശോയിൽ കേന്ദ്രീകൃതമായ ഒരു ലൈഫാണ് മദർ എലീഷ ജീവിച്ചേക്കുന്നത്. അപ്പോൾ അത് ആദ്യ സന്യാസിനി എന്ന് പറയുമ്പോൾ ആദ്യ സന്യാസിനി ഇന്നോളം എല്ലാ സന്യാസിനികൾക്കും ഒരു മാതൃകയായിട്ട് ജീവിക്കാനായിട്ട് മദറിന് കഴിഞ്ഞു. മദറിൻ്റെ മരണത്തോടുകൂടി ആ ഒരു ജീവിതത്തിന് മദർ ഇറ്റേണിറ്റിയിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ മദറിന് ശേഷം കടന്നു വരുന്ന എല്ലാ സന്യാസിനികൾക്കും റിലീജിയസിന് ഒരു മാതൃകയായിട്ട് മദറിൻ്റെ ജീവിതം മാറി. മദറിനെ ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അൾത്താര വണക്കത്തിന് യോഗ്യയായാണ്. ദേവാലയങ്ങളിലേക്കൊക്കെ അൾത്താരയിലേക്ക് മദർ വരുമ്പോൾ എന്താണ് നമ്മുടെ വിശ്വാസികളോടായിട്ട് പറയാനുള്ളത്? അതായത് നമ്മുടെ ക്രൈസ്തവ
ജീവിതം അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതൊരു തീർത്ഥാടനമാണ്. അപ്പോൾ ആ ഒരു തീർത്ഥാടനത്തിൽ സ്വർഗം ലക്ഷ്യമാക്കിയാണ് ക്രൈസ്തവ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മദർ ഒരു മാതൃകയാണ്. അത് മദർ ഒരിക്കലും വേറെ ഈ ലോകത്തിൻ്റേതായ യാതൊന്നുകൊണ്ട് വെച്ച് മാറുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ മോഡേൺ സിറ്റുവേഷനിൽ സമ്പത്തും പ്രതാപവും എല്ലാം നോക്കി ജനങ്ങളിങ്ങനെ പരക്കം പായുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊന്നും അനന്തതയിലേക്കുള്ള അതല്ല. അനന്തതയിൽ ദൈവരാജ്യത്തിൻ്റെ നിധികളുണ്ട് എന്നും അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു ലൈഫ്, അതാണ് മദർ എലീഷ ജീവിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് മദറിൻ്റെ ലൈഫ്. ആളുകൾ മധ്യസ്ഥം തേടേണ്ടതും എങ്ങനെയാണ്? മദറിൻ്റെ മധ്യസ്ഥം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മദർ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം വഴിയാണ് കുടുംബങ്ങളിൽ ആ ഒരു ആധ്യാത്മിക ഉണർവ് മദറിൻ്റെ അപ്പോസ്റ്റലേറ്റിലൂടെ മദർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇന്ന് നമ്മളെ കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട്, കുടുംബങ്ങളുടെ നവീകരണത്തിന്, അതുപോലെ മാതാപിതാക്കൾ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാൻ, കുട്ടികളെ അതുപോലെ ഇപ്പോഴും ദൈവവിളി കുറയുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് സന്യാസ ജീവിതത്തിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ കുട്ടികൾ ദൈവവിളി സ്വീകരിക്കാൻ അവരുടെ ആത്മാവിന് ആ കിട്ടേണ്ട ഒരു ദൈവസ്വരം ശ്രമിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു തീപ്പൊരി, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കാം. സന്യാസ ജീവിതത്തിലെ നിലനിൽപ്പിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഒക്കേഷൻ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ, വിറ്റ്നസ് വാല്യൂ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ മദറിൻ്റെ ജീവിതം മാതൃകയാണ്. CTC സഭയുടെ വരാപ്പുഴയിലെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന മദർ ഏലീശോമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള കബറിടം ഉള്ളത്. ഈ ഒരു കോൺവെൻറ്റിലെ മദറായ സിസ്റ്റർ അൽബീനിയ CTC ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തെ നോക്കിക്കാണുന്നത്? ഈ ഏലീശാമ്മയുടെ കബറിടത്തിൽ അനേകം മക്കൾ പലയിടങ്ങളിലായിട്ട് ഏലീശാമ്മയുടെ കബറിടം വന്ന് സന്ദർശിക്കുകയും അവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവർ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ അവർ തന്നെ ഒത്തിരി ജനങ്ങളെ, ഇടവകയിലെ ജനങ്ങളെ അവരിവിടെ കൊണ്ടുവന്ന് വരികയും അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അവർക്ക് ഒത്തിരി നല്ലൊരു അനുഭവം ആ ഇടവക ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും പറയാൻ സാധിക്കും, ഈ ഭവനത്തിലെ അധികാരി എന്ന നിലയിൽ ഒത്തിരി ജനങ്ങൾ ഇവിടെ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയരുമ്പോൾ ഈ ഒരു സ്മൃതി മണ്ഡപത്തിൻ്റെയും ഇവിടുത്തെ ഒരു ഹൗസിൻ്റെ ഒക്കെ പ്രാധാന്യം ഏറുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഭവനത്തിലുള്ള എല്ലാ അംഗങ്ങളും ഈ ഒരു നല്ലൊരു അനുഭവം കാണുവാനും അത് അനുഭവിക്കാനും ഞങ്ങൾ അതിയായ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുകയാണ്. ഇപ്പോൾ ആളുകളുടെ എങ്ങനെയാണ്? ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു കല്ലറയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഒത്തിരി ജനങ്ങൾ പലയിടങ്ങളിലും ആയിട്ട്, ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. 2 പേര് വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒത്തിരി അനുഭവം അവർ വന്ന് കാണുമ്പോഴും അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ വരുന്നവർ പറയുന്ന അനുഭവങ്ങൾ, ഇപ്പോൾ മാതാറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, ഇപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ പതിച്ചിരിക്കുന്നതും കുറേ പേര് കൃതജ്ഞ എഴുതി വെച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് പേര് ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുണ്ട്. എങ്ങനെയാണ്? പലരുടെയും രോഗങ്ങൾ മാറിയതായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോലി കിട്ടിയതായിട്ടും, പിന്നെ വിസയുടെ തടസ്സം മാറിയത്, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ വന്ന് പങ്കുവയ്ക്കാറുണ്ട് അവർ. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് കുറേ കൊച്ചുങ്ങളുടെ ഫോട്ടോസാണ് ഇവിടെ കാണുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതന്നെ കല്യാണം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞവർ, 10 വർഷം കഴിഞ്ഞവർ, 6 വർഷം കഴിഞ്ഞവർ, അങ്ങനത്തെ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഒരുപാട് ദമ്പതികൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെന്നുണ്ടല്ലോ, കുട്ടികളെ കാണുന്നുണ്ട്. മറ്റേതൊക്കെ ആവശ്യങ്ങളാണ് കൂടുതൽ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്?
വിവാഹത്തിൻ്റെ വിവാഹം കിട്ടിയതായിട്ടും വിവാഹം തടസ്സങ്ങൾ മാറിയതായിട്ടും പിന്നെ ഭവനം വെക്കാൻ ഒത്തിരി സഹായം സാമ്പത്തികമായിട്ട് സഹായം കിട്ടിയവരും അങ്ങനെ ഒരു ഒന്ന് പ്രാർത്ഥിച്ച അനുഭവം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി ഒരു നവംബർ 8 എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിലേക്ക്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഭൗതികമായും ആത്മീയമായും എല്ലാം ഈ ഒരു ഹൗസിൽ നടക്കുന്നത്? അപ്പോൾ ഒത്തിരി ഞങ്ങൾ ഈ സമൂഹത്തിലും അതുപോലെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലും എല്ലാവരും ഇതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി എല്ലാവരും തന്നെ പരിശ്രമിക്കുന്നുണ്ട്.